ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം നല്ല എന്താ പറയുക, രാവിലത്തെ ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ടാവും സമയം. അപ്പോൾ 8:30 സമയത്ത് ഒരു നല്ലൊരു വെയിലില്ലേ, അപ്പം ഞാൻ പറമ്പിലാണ്. ഞങ്ങൾക്ക് കൊച്ചു കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വെച്ചു. പറയാൻ മറന്നുപോയി. എല്ലാവർക്കും എൻ്റെ ചാനലായ സ്മോൾ ടോക്സിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എന്താ വെച്ചാൽ കുറച്ച് മത്തനാണേ. മത്തൻ കുറച്ച് മത്തനാണ്. അതാ ഒരു 4-5 തൈ മത്തനുണ്ടാവും ഞങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കായൊന്നും പിടിക്കാനായിട്ടില്ല. അപ്പം പിന്നെ ഇന്ന് ഞാൻ എന്താ കാണിക്കാൻ വിചാരിച്ചതെന്ന് അറിയോ, ഇന്ന് ഞാൻ പറിച്ചു പോയിട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് അയ്യോ വീഡിയോ എടുക്കാമായിരുന്നല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെൻ്റെ ഈ മുറത്തിൽ ഈ കുഞ്ഞു മുറത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കും. എന്താണ്, മത്തമ്പൂവാണ് കണ്ടോ. കുറേ മത്തമ്പൂ ഉണ്ടായിട്ടുണ്ട്, കായൊന്നും പിടിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ എപ്പോഴും ചാനലിൽ കണ്ടിട്ടുണ്ട് ചില വീട്ടമ്മമാർ, ഇത് നല്ല ഗുണമുള്ളതാണ്. നമ്മൾ ചൈനീസ് ചാനലൊക്കെ കണ്ടാൽ അവർ ഇങ്ങനത്തെ മത്തന ഇളവൻ്റെ പൂവൊക്കെ വരെ അവർ ഓരോ ഇതിലിടുന്ന ഒരു ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതിന് നല്ല ഗുണമുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം എനിക്കറിയില്ല, എൻ്റെ ഈ ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ മലയാളം ചാനലിൽ തന്നെ ഏതൊക്കെയോ വീട്ടമ്മമാർ ഇത് നമുക്ക് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മക്കൾക്ക് ഹെൽത്തി ആയിട്ട് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് അരിഞ്ഞ് ചേർത്തിട്ട് ഓംലെറ്റ് എൻ്റെ കൂടെയൊക്കെ കൊടുക്കുന്നത്. ഞാനെന്ന് വിചാരിച്ചു, ഞാനിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം എന്തായാലും നമ്മൾ പുറത്തുനിന്ന് എന്തൊക്കെ ജങ്ക് ഫുഡ് വിഷടിച്ചതൊക്കെ എല്ലാവരും എടുത്ത് കഴിക്കുന്നു. അപ്പം അതിലും ഭേദം എന്തായാലും അത്രയും വിഷം വരില്ലല്ലോ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കിയ നല്ല ജീവവളം ചേർത്ത മത്തൻ്റെ പൂവിൽ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വിചാരിക്കുകയാണ്, ഇന്ന് പരിപ്പിലിട്ട് മത്തൻ പൂവും ഇട്ടിട്ട് ഒന്ന് വെച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഇത് പറിച്ചു കഴിഞ്ഞപ്പോൾ ഓർമ്മ അയ്യോ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. ഇതാണ് മത്തൻ പൂവ്. ഇന്ന് ഞാൻ പരിപ്പും മത്തൻ പൂവും ഇട്ടിട്ടൊരു കറിയാണ് വെക്കാൻ പോകുന്നത്. ഓക്കേ, എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ കൊച്ചു വിശേഷം ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.